ഹായ് ഹലോ എല്ലാവർക്കും ട്രാവൽ മീനേക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഷിയാസ്, ഞാൻ ജിഷ്ണു, ഇത് ബിബിൻ. അപ്പം ഞങ്ങൾ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്, അതായത് ചിക്കൻ തോരനും കപ്പയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മളിന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. ഒരു പരീക്ഷണമൊക്കെയാണ് അല്ലേ? ഇപ്പം അങ്ങനെ ആരും ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ് ചിക്കൻ തോരൻ എന്നൊക്കെ പറഞ്ഞാൽ. പൊതുവെ ചിക്കൻ വെക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത് തന്നെ, വീടിനടുത്ത് ഒരു ഇത്തിരി നടന്നു ഒരു വൈബുള്ള ഏരിയയാണ്. കുറച്ച് നടന്നു പോകാൻ വേണം. നമ്മുടെ വീടിന്റെ തൊട്ട് താഴെ ഒരു പാറയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് വന്നു, ഒത്തിരി സജഷൻസ് വന്നു. അപ്പം ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പം വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇത് നമ്മുടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. കുറച്ച് താഴോട്ട് ഇറങ്ങി പോകേണ്ടതുണ്ട്. നമ്മളൊരു പാറയുടെ അടുത്തൊക്കെ ആയിട്ടാണ് നമ്മൾ സ്പോട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് പന്നീനെ ഓടിക്കാൻ വേണ്ടി കെട്ടിയിട്ടേക്കുന്നതാണ്. അപ്പോൾ രാത്രിയിലൊക്കെ കൂടെ നല്ല പന്നിശല്യമുള്ളതാണ്. അപ്പം ഈ കൃഷിയൊക്കെ നശിപ്പിക്കാനായിട്ട് പന്നിയൊക്കെ വരുമ്പം കാറ്റത്ത് ഇത് ഒന്ന് കൂട്ടിയടിക്കും. അങ്ങനെ ശബ്ദം കേട്ട് പന്നിയൊക്കെ ഓടും. അതിനുവേണ്ടി വെച്ചേക്കുന്നത് ഇത്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു സ്പോട്ട് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ കുക്ക് ചെയ്യാം. വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒന്ന് വൃത്തിയൊക്കെ ആക്കണം. വൃത്തിയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇവിടെ കുക്കിംഗ് തുടങ്ങാം. ഇവിടെയാണ് നമ്മൾ തീ കൂട്ടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുത്തി എടുക്കണം. ഇന്ന് ഇവനെയാണ് നമ്മൾ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവനെ നമുക്കൊന്ന് കഴിയെടുക്കാം. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം നിന്ന് ദശയെല്ലാം വിടിയിച്ച് പിന്നീട് നമ്മളത് ചിക്ക് ചെയ്ത് തോരൻ പോലെയുള്ള ഒരു പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വെള്ളത്തിലിട്ട് വേവിക്കുകയാണ്. ഓക്കെ, നമുക്കതിൻ്റെ കൂടെ ഗരം മസാലയുടെ കൂട്ടെല്ലാം ഉണ്ട്. ഗരം മസാലയുടെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. ഓക്കെ, പാത്രം എടുത്തേക്ക്.
ജിഷ്ണു. ബാലഗ്രാമിൽ ആദ്യമായി കൊറോണ കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. പാമ്പാടംപാറ പഞ്ചായത്തിൽ തന്നെ ആദ്യത്തെ കോവിഡ് പോസിറ്റീവ് രേഖപ്പെടുത്തിയ ഇദ്ദേഹത്തിലാണ്. വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ട്രൈപോഡിൻ്റെ ഓസ് വെച്ചിട്ട് തീ ഊതുന്ന നമ്മുടെ ഷിയാസക്ക. കഴിഞ്ഞ തവണ ഞങ്ങളെല്ലാം റെഡിയാക്കി, അവസാനം കഴിക്കാറായപ്പോഴേക്കും മഴയും കൂടെ ആയി. ഈ തവണ മഴ പെയ്യത്തില്ല എന്ന് വിശ്വസിക്കാം. ആ നിപ്പ് കണ്ടോ? എന്നോട് ഞാൻ അപ്പളെ പറഞ്ഞത് താഴെ പോകും. കൈ പൊള്ളി കാണുമല്ലോ. കൈ വീണോ? നമുക്കിനി ഇത് തണുക്കാനായിട്ട് ഈ ചട്ടിയിലേക്ക് എടുത്ത് വെക്കാം. ഇതിന് തണുക്കണം അല്ലേ? ഇതിന് തണുത്തിട്ട് ഇതിൽ നിന്ന് എല്ലും ദശയും വേറെ വേറെ നമ്മൾ മാറ്റിയെടുക്കും. ആ ചിക്കനെ ചിക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ നാരുകളും സൂക്ഷ്മതയോടെ. ചൂടാണ്ടാ? നല്ല ചൂടുണ്ട്. കാരണം സെറ്റ് ചെയ്യും. എണ്ണ ഒഴിച്ചു. അതിനുശേഷം കടുക് ഇടാൻ പോവുകയാണ്. കടുക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. കടുക് ഇപ്പോൾ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നല്ല കറിവേപ്പില ഇടാൻ പോവുകയാണ്. ഒരുത്തിനപ്പുറത്ത് നിന്ന് ചിക്കൻ ചിക്കുന്നുണ്ട്. കടുക് പൊട്ടി എൻ്റെ കൈ തെറിച്ചിട്ടുണ്ട്. കറിവേപ്പിലയ്ക്ക് ശേഷമായിട്ട് അടുത്തതായിട്ട് സവോളയാണ് ഇടാൻ പോകുന്നത്. സവോള ഇടുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് അടക്കുവാണ്. അപ്പോൾ എന്തൊക്കെയായി? എണ്ണ ചൂടാക്കി. അതിനുശേഷം നമ്മൾ കടുക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ സവോള ഇട്ടു. അത് കഴിഞ്ഞ് ശകലം ഉപ്പ് കൂടെ ചേർത്ത് വഴട്ടുകയാണ്. ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമുക്ക് ഇങ്ങനെ ഇട്ട് വഴട്ടാം. ഏകദേശം ബ്രൗൺ കളറിനോട് നമ്മുടെ സവോളയൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് മഞ്ഞപ്പൊടി അല്പം ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ഇടണം. അടുത്തായിട്ട് ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ അങ്ങ് വരട്ടുക. അടുത്തായിട്ട് കുറച്ച് പെരിഞ്ചീരകം ഇടുകയാണ് കേട്ടോ. അടുത്തായിട്ട് കുറച്ച് മല്ലിയില ഇടുകയാണ്. അത് നോക്കുക, നല്ല പച്ച കളർ മല്ലിയില. ഇങ്ങനെ പിച്ചിട്ട് ചട്ടിയിലിട്ട് വറുത്തെടുക്കുക. വരട്ടെടുക്കുക. സാധനം ഇപ്പം നല്ല വരട്ടിയാണ് എല്ലാം കൂടി ഇട്ട്. അടുത്ത കുറച്ച് ലാസ്റ്റായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ക്യാരറ്റ് ഇടുകയാണ്. ഇട്ടോളൂ. ക്യാരറ്റ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ബിബിം പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ ചിക്കൻ ചിക്കിയത് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. നല്ലപോലെ ചിക്കി എടുത്ത സാധനമാണ്. എല്ലിൽ നിന്നും എല്ല് നമുക്ക് കളയാം. അടുത്ത ഈ ചിക്കൻ ഇട്ടതും നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ വരട്ടുക.
നല്ലപോലെ വരട്ടിയിടുക. അവസാനമായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ഇങ്ങനെ തൂകി വാങ്ങിയെടുക്കാൻ വേണ്ടി പോവാണ്. സംഭവം കാണാൻ നമുക്ക് ഇടിച്ചക്കയുടെ സെറ്റപ്പൊക്കെ പോലുണ്ട് കേട്ടോ. ഇടിച്ചക്കയുടെ ഒരു സെറ്റപ്പ് ഇല്ല കാണാനൊക്കെ. വൈകുന്നേരത്തോടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്. നമ്മുടെ സ്ഥലം കണ്ട് നൈസല്ലേ, നല്ല വൈബ് ഏരിയ കേട്ടോ. ആരുടെയും ഒരു കടന്നുകയറ്റം ഇല്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കപ്പയും കൂടെ കൂട്ടി ഒരു കോമ്പിനേഷൻ നമ്മൾ കഴിക്കാൻ പോവാണ്. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധനം ടേസ്റ്റ് ചെയ്യാനും നോക്കാൻ. അപ്പം തുടങ്ങാം. ഐശ്വര്യമായിട്ട് തുടങ്ങി. സ്പൈസിയും കൂടെ ഒക്കെ ആവാറില്ല. ഇനിയിപ്പോൾ ഒരു യുദ്ധമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചിക്കൻ തോരനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ചിക്കൻ തോരനും കപ്പയും നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കിത് വീട്ടിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു വിഭവമാണ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.